ഹരിജനങ്ങൾ എന്ന് പറയുന്നവരുണ്ടല്ലോ, പഠിക്കാൻ സഹകരണ ബന്ധത്തിലാണ്. ഈ ഹരിജനങ്ങൾ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ഇവന്മാര് കമ്മ്യൂണിസ്റ്റ് ഗൂണ്ടകളാണ് ഇവന്മാര്. എന്തും ചെയ്യും. ഇവിടെ കുറെ ഗൂണ്ടകളുണ്ട്. ഒരു രാജമ്മയുടെ തുമ്പോൺ ദേശത്തും കുറെ ഗൂണ്ടകളുണ്ട് ഇവർക്ക്. ഇവിടെ ഇവന്മാരെ കൊണ്ട് ഈ വരികയായിരുന്നു ജോലി ഇവിടെ. ഈ രാജമ്മ എന്ന് പറയുന്നവള് എന്റെ അമ്മയുടെ ട്വിൻ സിസ്റ്റർ ആണ് അവള്. അവള് ഭയങ്കര ഗൂണ്ടയാണ്. അവളെ ഭർത്താവിനെ 10 മാസം കൊണ്ട്, ഇവര് കല്യാണം കഴിച്ച് 10ാമത്തെ മാസമായാലും ചത്ത്. ഇവളന്ന് പ്രഗ്നന്റ് ആണ്. ഈ കൊച്ചിനെ ഇവള് ഹോസ്പിറ്റലിൽ പോയി നേതാക്കളെല്ലാം കലക്കി കുടിച്ച് ആ കൊച്ചിനെ ശരിയാക്കി. കൊച്ച് ജനിച്ചത് മരിച്ചാണ്. അങ്ങനെ ഇവള് ഭയങ്കര കള്ളിയായി ഇവള്. ഇവള് 2019 ഈ രാജമ്മ എന്ന് പറയുന്നവള് ഞാനും എന്റെ അമ്മയും കൂടെ അമൃത ഹോസ്പിറ്റലിൽ പോയി. എന്ന് വെച്ചാൽ ഇവന്മാര് കുറെ കലക്കി ഇങ്ങനെ തന്ന് നമ്മളിങ്ങനെ കറക്കുന്നതുകൊണ്ട് ഈ ബ്ലഡിനകത്ത് എന്ത് വന്ന് ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് അവിടെ കുറെ കള്ളത്തരങ്ങളൊക്കെ നടന്നു. അപ്പം ഇവള് കുറെ പോലീസുകാരെ കൊണ്ട് ചാടി വന്നു ഇവിടെ. കുറെ 2-3 കോൾ ഈ പ്രീതായ് പൈക്കറും രാജേഷ് എന്ന് പറയുന്നവന്, ഒരു വലിയത്തിൽ രാജേഷ് ഉണ്ടാവൻ. അവനൊരു കെട്ടവനാണ്. ഒരു പത്തനംതിട്ടയുള്ള ഒരു കല്യാണം കഴിച്ച ഒരു പെൺപിള്ളെ കൊണ്ട് നടന്നേച്ച് അവന്റെ വീട് തിരക്കി അവന്മാര് വരികയും കല്ലെറിയൊക്കെ ചെയ്ത് കുറെ ഇവന്മാരിങ്ങനെ കഥയുണ്ടാക്കല പരിപാടി ഇവന്മാരുടെ. ഇവരെന്നിട്ട് ഇവനും കൂടെ 2-3-5-6 കോളൊക്കെ നമ്മുടെ ഫോൺ എടുക്കത്തില്ലായിരുന്നു. ഫോണിലോട്ട് ചെയ്തേച്ച് ഇവള് ഒരു ഓട്ടോയെ കയറി ഒരു കുഞ്ഞുമോൻ എന്ന് പറയുന്നവരുമായിട്ട് വന്ന് ഇവിടെ ഒക്കെ നോക്കിയേച്ച് ഇവള് പുറത്തുകാർ ചെന്ന് പോയി. ഇതെല്ലാം ഇവരുടെ പ്ലാനിങ് ആണ്. മിസ്സിംഗ് കേസ് ഉണ്ടാക്കുക. എന്നിട്ട് ഇവള് ഒരു പുറത്തുകാർ ചെന്ന് ഒരു വണ്ടി പോലീസുമായിട്ട് വന്നിട്ട് വിത്തൗട്ട് വാറണ്ട് നമ്മുടെ ഈ എന്റെ വീടെന്ന് പറഞ്ഞാൽ ഫുള്ളി കാണാവുന്ന വീടാണ്. നല്ല ഗ്രില്ലാണ്. നിങ്ങൾക്കറിയാം, നല്ലപോലെ വെന്റിലേഷൻസ് ഉണ്ട്. എല്ലാം മുറിയോ ആരും ഇല്ല എന്നുള്ളത് കാണാം. എന്നിട്ടും ഇവള് ഈ പോലീസ് അന്നും 7 CCTV ക്യാമറയുണ്ട്. ഇവള് പോലീസിനെയും കൊണ്ട് വന്ന് എന്റെ വീട് അടിച്ചു പൊളിച്ച് തുറന്ന് പോലീസുകാരെ കൊണ്ട്. എന്നിട്ട് സദാനന്ദ മന്ദിരത്തിലെ മോഹൻ സിംഗും അവനും എല്ലാം കൂടെയാണ് കമ്പിയെല്ലാം കൊടുക്കുന്നത് പോലീസുകാർക്കും എല്ലാം. എന്റെ താഴെല്ലാം തല്ലി പൊളിച്ച് അകത്ത് കടന്ന് എന്റെ ക്യാമറ എല്ലാണ്ടെല്ലാം ക്യാമറ വൈഫൈ ഒക്കെ. അന്ന് വൈഫൈ ഇവിടെ ഇല്ല. എനിക്ക് എന്റെ അറിവിൽ വൈഫൈ ഇല്ല. എന്നിട്ട് ഇവന്മാർ എന്തൊക്കെയോ ചെയ്ത് പാസ്വേഡും അതും ഇതൊക്കെ ഇട്ട് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന അവനെ എല്ലാം ഏൽപ്പിക്കാനും അങ്ങനെ കുറെ കള്ളത്തരങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി 2 ക്യാമറ ടെക്നീഷ്യൻസിനെ കൊണ്ടാണ് ഇവിടെ ഇതിനകത്ത് കയറിയത്. പോലീസുകാർക്ക് അറിയില്ല ക്യാമറ നോക്കാൻ. അല്ലെ പോലീസുകാരാ വാറന്റ് ഇല്ലാതെ വിപിൻ AC എന്നാണ് അവന്റെ പേര്. അന്നത്തെ സ്റ്റേഷൻ ഹെഡ് ഓഫീസറാണ് വിപിൻ AC. ഇപ്പൊ അവൻ പാലക്കാട്ടായിരുന്നു. അവൻ പാലക്കാട് ഇരുന്നപ്പോ ഇതുപോലൊരു പെണ്ണുപിള്ളെ ഭർത്താവ് ഇറക്കി വിട്ട് അപ്പൊ അവളിങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ് സിറ്റ് ഔട്ട്. എന്നിട്ട് ഇവൻ അവിടെ പോയിട്ട് തൊല്ലി തുറന്ന് അവളെ അകത്ത് കയറ്റിയില്ല. ഒരു വലിയ സാമ്പത്തികക്കാരനാണെങ്കിൽ അകത്ത് കയറ്റുണ്ടായോ അവരെ. വലിയ നല്ല പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇവൻ ആ പെൺപിള്ളെ പാവം പിടിച്ച ഒരു പെൺപിള്ള ഭർത്താവ് ഇറക്കി വിട്ടിട്ട് അകത്ത് പോലും കിടക്കാതെ ഇവൻ അവിടെ വന്നിട്ട് കണ്ടേച്ചങ്ങ് പോവുക ചെയ്തത്. ഇവൻ തല്ലിപ്പൊളിക്കാനൊന്നും പോയില്ല. ഇവിടെ വന്നപ്പോ കുറെ ഗൂണ്ടകളുണ്ട്. ബിജുപി എന്ന് പറയുന്ന ഒരു ഗൂണ്ടയുണ്ട്. മുൻ ഭർത്താവ്. അവനെ നമ്മൾ ബന്ധം ഞാനിങ്ങനെ നടക്കുക, സ്വത്തും ഈ തുമ്പി എന്നൊക്കെ പറയുന്നവൻ ഇങ്ങനെ നടക്കുക. നമ്മുടെ വീട്ടിൽ പല പല കാര്യങ്ങൾ ഇതാക്കുക. നമ്മുടെ ക്യാമറ ഓഫ്. അപ്പൊ ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്യാമറ എല്ലാ രാത്രിയിലും കുറച്ച് ഗ്യാപ്പ് ഇടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 12:00 എന്ന് പറയുന്ന ആ ടൈമിലല്ല നമ്മുടെ ക്യാമറ റെക്കോർഡ് പുതിയ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങുന്നത്. കുറച്ച് ആ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ആ സമയം പ്രീവിയസ് ഡേയിലാണ് പോകുന്നത്. ആഫ്റ്റർ 12 പ്രീവിയസ് ഡേയിലോട്ട് പോയി റെക്കോർഡ് ചെയ്യുമ്പോൾ അപ്പൊ ഇവിടെ കുറച്ച് ഗ്യാപ്പ് കിടക്കും. ഈ ഗ്യാപ്പിനകത്ത് ഇവന്മാർ ഏതാണ്ടെല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റും. ആരാണ്ട് ഇവിടെ വരുന്നത് 12-ാം മണിക്ക്. പക്ഷെ ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നു. കറക്റ്റ് 00. ഇതെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് സൂക്ഷിക്കുന്നുണ്ട്. ഇതെന്തോ ക്യാമറയ്ക്ക് അങ്ങനെ എന്തോ അത്ര വലിയ ഇതാണ്. ക്യാമറ ഭയങ്കര ഓരോരോ ദിവസം ഓരോരോ രീതിയിലാണോ റെക്കോർഡ് ചെയ്യുന്നത്? അപ്പൊ അറിയണ്ടായോ ഇതൊക്കെ? ഓരോരോ രീതിയിലാണോ ക്യാമറ ഓരോരോ ദിവസം റെക്കോർഡ് ചെയ്യുന്നത്? ഒരു കഥയുണ്ടാക്കല ഇങ്ങനെ പരിപാടി. കുറെ അവളുമാരുണ്ട്. തുമ്പി എന്ന് പറയുന്നവൾ ഇങ്ങനെ നടക്കുക. വൃന്ദ എന്ന് പറയുന്നവള്. അവളുടെ ചേട്ടത്തി എന്ന് പറഞ്ഞാൽ 7 തൊട്ട് 10 വരെ. അതിന് മുമ്പത്തെ ഒരു 10 പ്രാവശ്യം തോറ്റു കാണുകയുള്ളൂ. 10ാം ക്ലാസ് വരെ. ഇവളെ പോലൊരു കൺട്രി ഈ സെന്റ് മേരീസ് ഇല്ലായിരുന്നു. കോട്ടയം എടുക്കാവുന്ന മാർക്ക് കാർഡ് ഉണ്ട് അവർക്ക് തോറ്റ് കിടക്കുന്നതിന്റെ. വീണ അവളെ പേര്. ഇവിടെ നമ്മളെ കൊണ്ട് കഥയുണ്ടാക്കാൻ നടക്കുക. അവളെ ചേട്ടത്തിയെ കുറിച്ച് കഥയുണ്ടാക്കട്ടെ, അല്ലെ അവളെ കുറിച്ച് കഥയുണ്ടാക്കിയാൽ മതി. ഇവളും തോറ്റ് തൊപ്പിയിട്ട് കിടക്കുന്നതാണ്. ഞാൻ LLB-കാരിയാണ്. MBA കഴിഞ്ഞതാണ്. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനും പഠിച്ച് ജോലി ചെയ്തവളാണ്. നടക്കുകയാണ് അവിടെ പുറകിൽ കുറെ ക്രിമിനൽസ്. ഇങ്ങനെ 10ലൊക്കെ തോറ്റേക്ക് ഇവന്മാരെ പണി ചെയ്താ
നമ്മൾ പോകുന്നിടത്ത് ഇങ്ങനെ ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസിന്റെ പുറകിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, മാഫിയ കമ്മ്യൂണിറ്റി, ബാക്കി തോറ്റവരും പറയുന്നു. ഇങ്ങനെ നടക്കുക, പുറകിൽ നടക്കുക, നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമ്മുടെ പുറകിൽ ബസ്സിൽ കയറി വരിക, പിന്നെ കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ ഫോണും പിടിച്ചങ്ങ് നടക്കുക, ഫോൺ ഓണാക്കി ഇങ്ങനെ നടപ്പാലൂടെ ഇങ്ങനെ ഇതെല്ലാം അടിക്കാൻ വേണ്ടിയിട്ട്. ഡയറക്ടർ എനർജി വെപ്പണമൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് നമ്മുടെ പുറകിൽ വരും, നമ്മുടെ മുഖമൊക്കെ ഇല്ല. അപ്പൊ ഇന്ന് ഇവിടെ ഒക്കെ ഇങ്ങനെ വീർത്ത് നിങ്ങൾക്ക് കണ്ടറിയാം, എല്ലാം വീഡിയോസും കണ്ടറിയാം, ഇവിടെ എല്ലാം വീർത്തിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇന്ന് ഇങ്ങനെ പല ദിവസം പല സൈസാണ് നമ്മുടെ മുഖം, കണ്ടറിയാം അതൊക്കെ, മനസ്സിലായി. ഇങ്ങനെ പല പല രീതിയാവും മാർക്ക്. അതിങ്ങനെ നടക്കുക കുറെ ആവുമ്പോൾ ഒരു മോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയുണ്ട്, നമ്മളെ കൊല്ലാനായിട്ട് ഇങ്ങനെ നടക്കുക. എനിക്ക് എന്ത് സംഭവിച്ചാലും ഈ സദാനന്ദ മന്ദിരത്തിലെ ആൾക്കാരും ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ശ്രീതാജ് പണിക്കറും ബിജുപിയും ഇങ്ങനെ കുറെ ക്രിമിനൽസ് ആണുള്ളത്. രാജമ്മ അവളും ഏറ്റവും വലിയ നമ്പർ 1 ക്രിമിനൽ അവളും. അവള് കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു SNDP ഉണ്ട്, ഒരു 323 നമ്പർ SNDP, അവിടെ കുറെ എണ്ണം ഉണ്ട്. ഒരു സ്വാമി എന്ന് പറഞ്ഞൊരുത്തം വരും, ഒരു നംഗ്ലി അവന്റെ പേരൊന്നും നോക്കിയിട്ട്, നംഗ്ലി എന്ന് പറയുന്നവന്റെ മോനാണ്. ഒരു കോൺഗ്രസ് നംഗ്ലി എന്ന് എന്താ യഥാർത്ഥ പേരൊന്നും പറഞ്ഞില്ല. അവനെ ഒരവൻ അവനിങ്ങനെ ഫോൺ കൊണ്ട് വന്നിരിക്കുക, നമ്മുടെ വൈഫൈ പാസ്വേഡ് ഒക്കെ ഞാൻ ഈ ക്യാമറ വർക്ക് ചെയ്യുന്നപ്പോൾ ഒരുത്തനെ വിളിച്ച് അനു എന്ന് പറയുന്ന ഒരു ക്യാമറ ടെക്നീഷ്യൻ, അവൻ എന്റെ പാസ്വേഡ് ചോദിച്ചായിരുന്നു. അപ്പൊ ഇവന്മാരെ ഇങ്ങനെ വരുന്ന ഇത് ചെയ്ത് അവനോട് പാസ്വേഡ് ഒക്കെ ചോദിച്ച് നമ്മൾ പറയുന്നത് കേട്ടോണ്ടിരിക്കും ഇവന്മാര്. ഇങ്ങനെ ഇവന്മാർ സ്ഥിരം ക്യാമറാസ് നമ്മുടെ വീട്ടിൽ ഇതാക്കുക, പല പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഇവന്മാര്.